എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, "അച്ഛന് എന്ത് പറ്റി? എന്താണ് അച്ഛന് സംഭവിച്ചത്?" 2024 ജനുവരി 4-ലാണ് ഞാൻ യുഎഇയിലോട്ട് വന്നത്. അതിൻ്റെ മുമ്പ് വരെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. കല്യാണം കഴിച്ചെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലാണ് കൂടുതൽ നിന്നിട്ടുള്ളത്. ഹസ്ബൻഡാണെങ്കിൽ ദുബായിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഷാർജയിലാണ്. അങ്ങനെ നമ്മൾ ഓണത്തിൻ്റെ ഒരു വെക്കേഷന് നമ്മൾ നാട്ടിൽ പോയായിരുന്നു. തിരിച്ചു വന്നത് ഒക്ടോബർ 2-നാണ്. 2023 മെയ്യിലാട്ടോ എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചു പോയത്. അത് കഴിഞ്ഞ് 2023 ഒരു നവംബറൊക്കെ ആയപ്പോഴാണ് അച്ഛൻ്റെ അമ്മയും മരിച്ചു പോയത്. ഇവരെല്ലാം നമ്മളൊരു വീട്ടിലായിരുന്നു താമസമൊക്കെ. അങ്ങനെ ഓണത്തിന് ഞാൻ വീട്ടിൽ പോയപ്പം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛനും ഒക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു 4 വർഷമായിട്ട് അച്ഛനിങ്ങനെ ലിവറിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻ്റ് അല്ല, അങ്ങനെ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫോളോ അപ്പ് ചെയ്യണമായിരുന്നു 3 മാസമൊക്കെ കൂടുമ്പോൾ. ലാസ്റ്റ് ചെക്കപ്പ് പോയത് ഓണത്തിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു. അന്നേരം ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്താ പറയുക, ബാലൻസ് ചെയ്ത് അച്ഛൻ നന്നായിട്ട് നോക്കിയാണ് പോയത്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അടുത്ത ചെക്കപ്പിന് വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയപ്പം അച്ഛനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി അച്ഛൻ ആശുപത്രി കൊണ്ടുപോയി, നമ്മുടെ കാരിത്താസിൽ. അപ്പം ഇങ്ങനെ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇതുപോലെ സ്റ്റേജ് 4 ക്യാൻസറാണ് കുടലിൽ. ഒന്നും ചെയ്യാനില്ല, ഇത്രയും പ്രായമായി. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേറെ ഓപ്ഷനും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാലിയേറ്റീവ് കെയർ കൊടുക്കാം. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടൊരു ആശുപത്രി ഉണ്ട്, അസീസി എന്ന് പറഞ്ഞ്. അവിടെ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. ഒരാഴ്ച മുകളിൽ അവിടെ കിടന്നായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ടും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. ഡേ ബൈ ഡേ അങ്ങ് വല്ലാതെ വരുമായിരുന്നു. പിന്നെ അവിടെ കിടത്തിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവരികയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിതൊക്കെ അറിയുന്ന മുമ്പ് തന്നെ വീടിൻ്റെ പെയിൻ്റ് അടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കുറേ വർഷമായിട്ട് 4 വർഷമായിട്ടുള്ള പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആകെ അങ്ങ് അഴുക്കായിരുന്നു. അപ്പം പെയിൻ്റ് അടിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ പനി തുടങ്ങിയായിരുന്നു. ഇതിൻ്റെ ഈ മണമൊക്കെ കൊണ്ടിട്ടായിരിക്കാം. പിന്നെ പനി വന്നു പോയി. പക്ഷേ ചുമ നിൽക്കുന്നില്ലായിരുന്നു. ഭയങ്കര ചുമയായിരുന്നു. പിന്നെ തൊട്ടടുത്തൊക്കെ ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ച് ഇങ്ങനെ ഒന്ന് പോവുമായിരുന്നു. കാരണം അച്ഛനിങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ അച്ഛന് എറണാകുളത്തായിരുന്നു സത്യത്തിൽ പോകേണ്ടിയിരുന്നത്. അച്ഛനത് പോകാതെ വല്യച്ഛനെ നോക്കിയിരുന്നു. അതാണ് ഏറ്റവും പ്രശ്നമായിപ്പോയത്. അച്ഛനങ്ങ് ആശുപത്രിയിൽ പോയാൽ മതിയായിരുന്നു, നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനൊന്നും ചെയ്തില്ല. പിന്നെ എല്ലാവരും വല്യച്ഛനെ നോക്കലായിപ്പോയി, അച്ഛനാണേലും അമ്മയാണേലും. ഞാൻ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. പിന്നെ വല്യച്ഛനെ ഇങ്ങനെ നോക്കുന്ന സമയമായോണ്ട് നമുക്കധികം അച്ഛനാണേലും അധികം സമയമില്ല. ആശുപത്രിയിൽ പോവുക, വരിക, പിന്നെ ഫുഡ് എടുക്കാൻ വരിക, അങ്ങനെ എല്ലാവരും ബിസിയായിരുന്നു. പിന്നെ അച്ഛനാണേലും വയ്യായിരുന്നു. ഇവിടെ ഞാൻ രാവിലെ ഒരു കോൾ ചെയ്യും, പിന്നെ അമ്മയെ ഒന്ന് വിളിക്കും. നമുക്കിടയിലും കോൺവെർസേഷൻ വളരെ കുറവായിരുന്നു. ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ട് പോകാറായപ്പോൾ 1 മാസത്തോളം ഞാൻ അധികം സംസാരിച്ചിട്ടില്ല അച്ഛനോട്. വളരെ കുറഞ്ഞ ടൈമിൽ. കാരണം വല്യച്ഛൻ്റെ നോക്കുന്ന പരിപാടിയിലായതുകൊണ്ട് എല്ലാവരും ബിസിയായിരുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞത്തേന് വല്യച്ഛനെ ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പത്തേന് അച്ഛന് പിന്നെയും തീരെ വയ്യാതായി, ശ്വാസം മുട്ടലൊക്കെ. അങ്ങനെ അവിടുന്ന് നമ്മൾ പോകുന്നത് ബിലീവേഴ്സ് ചർച്ചാണ് തിരുവല്ലയിൽ. അച്ഛനും അമ്മയും അച്ഛൻ്റെ 2 കസിൻസും കൂടാണ് അച്ഛനെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ, അച്ഛന് എക്സ് ഇന്ത്യൻ നേവിയാണ്. അപ്പം ECHS വഴിയാണ് എല്ലാം പോകുന്നത്. അപ്പം ആദ്യം മുത്തൂറ്റായിരുന്നു അച്ഛൻ ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് അമൃതയിലോട്ട് റെഫർ ചെയ്തത്. പിന്നെ തിരുവല്ല ചെന്നപ്പോൾ അവിടെ എന്താ പറയുക, ആദ്യമായിട്ടാണ് ചെല്ലുന്നത്. പിന്നെ അവരിങ്ങനെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്താലും അച്ഛനൊന്നും അങ്ങ് റിക്കവർ ആവുന്നില്ല. ശ്വാസം മുട്ടൽ കുറഞ്ഞു, പക്ഷേ ICU തന്നെയാണ്. അവിടുന്ന് നവംബർ 17-നാണ് അവിടെ അഡ്മിറ്റ് ആവുന്നത്. നവംബർ 21 ആയപ്പോഴത്തേനും അച്ഛനെ അമൃതയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു നവംബർ 20-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേനും അച്ഛന് പൂർണ്ണമായിട്ടും ഒട്ടും തന്നെ ബോധമില്ലായിരുന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അങ്ങനെ അമൃതയിലെത്തിച്ചു. അവിടുന്ന് ICUയിലോട്ടാണ് കയറ്റിയത്. അവിടുന്ന് പിന്നെ ഞാൻ നവംബർ 21-നാണ് UAEന്ന് നാട്ടിലോട്ട് എത്തുന്നത്. അപ്പം 22-ാം തീയതി ഞാൻ ആദ്യം ചെന്നത് അച്ഛനെ എൻ്റെ വീട്ടിൽ പോയിട്ട് വല്യച്ഛനെ കണ്ടു. അപ്പോൾ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി പോകാൻ റെഡിയായിട്ട് തന്നെ നിൽക്കുകയാണ്. വല്യച്ഛനെ ഞാൻ വന്നതൊക്കെ മനസ്സിലായി. പിന്നെ അവിടുന്ന് നമ്മൾ പോയത് അമൃതയിലാണ്. അമൃതയിൽ ചെന്നു, അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. കാരണം
ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് വല്ലാത്തൊരു സ്റ്റേജാണ്. കോമയ്ക്ക് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജാണ്. ഡോക്ടർ ഒരു പ്രതീക്ഷ പറഞ്ഞെങ്കിലും പക്ഷേ ഇത് തന്നെ പിന്നെയും ഇനിയിപ്പം അച്ഛൻ റിക്കവർ ആയാലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്. ഞാൻ നമ്മളെന്തും തയ്യാറായിട്ടിരിക്കുക. കാരണം കുറച്ച് ദിവസമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ആവുക. എന്തും വരാം, എന്തും സംഭവിക്കാം എന്നുള്ളൊരു രീതിയിലാണ്. 23 നവംബർ ആയപ്പോഴത്തേനും അച്ഛൻ്റെ അച്ഛൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് വലിയച്ഛൻ്റെ സഞ്ചയനത്തിൻ്റെ അന്ന് രാവിലെയാണ് അച്ഛനും മരിച്ചത്. പെട്ടെന്ന് രണ്ടുപേരും പോയപ്പോൾ ഉള്ള ഒരു ഷോക്കും, രണ്ടുപേരും നമുക്കൊരു മരണം തന്നെ താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ രണ്ടുപേരും കൂടെ പോകുമ്പം അതൊരു വല്ലാത്തൊരു ഇതാണ്. ഇതൊക്കെയാണ് ഞാൻ ഈ ഷോർട്സിൽ ഇങ്ങനെ പറയുന്നത്. ആദ്യമൊക്കെ വെറുതെ ഇരിക്കുമായിരുന്നു. പിന്നെ വെറുതെ ഇരുന്നിട്ടും നമുക്ക് പറ്റുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ ഇതിന് മുൻപ് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടി. ഞാനതാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം എനിക്കൊരു സന്തോഷമല്ല, പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും സന്തോഷങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം ഇതൊക്കെ ഉള്ളതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക, പറ്റുന്നത്രയും പോവുക. എത്ര നാൾ പോകുമെന്ന് അറിയില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഉണ്ട്, ഒരുപാട് പേരിങ്ങനെ നല്ല കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട്. ഒരുപാട് നന്ദി എൻ്റെ ഷോർട്സ് കാണുന്നതിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.